യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വരും. മഞ്ചാടിക്ക് കാര്യമായ കുഴപ്പമൊന്നും ഇല്ലാത്തോണ്ടല്ലേ അച്ഛാ അവരങ്ങോട്ട് പോയത്. പിന്നെ അച്ഛൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? എന്റെ ടെൻഷൻ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പോയി ഡോക്ടർ ഒന്ന് കാണട്ടെ. ഡോക്ടർ ഇപ്പോ സർജറിയുടെ ഒരുക്കത്തിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് കണ്ടാ പോരെ അച്ഛാ. ശബരിയേട്ടാ, എന്തിനാ അച്ഛൻ ഇങ്ങനെ മുൾമുന്നിൽ നിർത്തുന്ന? മഞ്ചാടിക്ക് എന്താ സംഭവിച്ചെന്ന് അച്ഛൻ എന്തായാലും അറിയും. അതിപ്പോഴേ അങ്ങ് പറയുന്നല്ലോ. എന്താ എന്താ ദയേ, എന്റെ മഞ്ചാടി മോൾക്ക് എന്താ ശരിക്കും പറ്റിയത്? ഇവരൊക്കെ എന്ത് കാര്യം എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത്? പറയതേ. അച്ഛാ, നമ്മുടെ മഞ്ചാടി മോള് ഹോസ്റ്റലിൽ വെച്ച് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാ. എന്റെ മഞ്ചാടി മോള് ആത്മഹത്യ നോക്കുന്നു. എന്തിന് എന്തിന്? ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കില്ല. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മോൾക്ക് മരിക്കാൻ തോന്നുന്നു. അതൊരിക്കലും ഉണ്ടാവില്ല. അവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ അടുത്തേക്ക് അവൾ ഓടി വരുന്നതല്ലേ. അച്ഛാ, മഞ്ചാടി മോക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും അച്ഛാ. അബദ്ധോ? എന്തബദ്ധം? എന്റെ മോളെ ഞാൻ കോളേജിലൂടെ പഠിപ്പിക്കുന്നത് അബദ്ധം കാണിക്കാനല്ല. പഠിപ്പും അറിവുമുള്ള കുട്ടി അവള്. നീ സത്യം തന്നെയാണോ ദേ പറഞ്ഞത്? അതെ അച്ഛാ. ആണോ? അതെ അച്ഛാ. അച്ഛനെ കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ആരും ഇതുവരെ ഒന്നും പറയാതിരുന്നു. നമ്മുടെ മഞ്ചടിക്ക് ഒന്നും പറ്റില്ല അച്ഛൻ. അച്ഛൻ സമാധാനായിട്ടിരിക്കെ. എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണം. എന്റെ മകളത് എന്തിനു ചെയ്തു എന്നറിയാതെ ഈ ആനന്ദ മാഷിന് സമാധാനം ഒന്നുമില്ല. സമാധാനം ഒന്നുമില്ല. ശബരി, എന്തിനാ അവളത് ചെയ്തത്? എന്തായിരുന്നു എന്റെ മകളുടെ പ്രശ്നം? അറിയില്ല അച്ഛാ, ഒന്നും അറിയില്ല. നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അതെ അച്ഛാ, മഞ്ചാടി മോളെ നമുക്ക് തിരിച്ചു കിട്ടിയ അവളോട് തന്നെ നമുക്കെല്ലാം ചോദിക്കാം അച്ഛാ. അച്ഛൻ ഇപ്പൊ മനസ്സ് കൈവിടാതെ അവക്ക് വേണ്ടി പ്രാർത്ഥിക്കച്ച. എന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ ആരും പഠിപ്പിക്കണ്ട. ആരും എന്നെ പഠിപ്പിക്കണ്ട. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നാവില് വെള്ളം പറ്റിയവനോട് ദൈവത്തിന് പോലും ഇപ്പൊ പരിഹാസ. അച്ഛൻ എന്തൊക്കെയാ പറയുന്ന? അച്ഛനിങ്ങനെ മനസ്സ് കൈവിട്ട പോലെ പെരുമാറല്ലേ അച്ഛ? ഞങ്ങൾക്കൊക്കെ പേടിയാവുന്നു. അതെ, എല്ലാവർക്കും ഇപ്പൊ എന്നെ പേടിയാ. അതല്ലേ ആരും എന്നോടൊന്നും വിട്ടു പറയാത്തത്. ഞാൻ കഴിഞ്ഞാ പിന്നെ മഞ്ചാടി മോളും മനസ്സ് തുറക്കുന്നത് നിന്നോടാണ്. ഇനിയെങ്കിലും നിനക്കറിയാവുന്ന കാര്യങ്ങള് ഈ അച്ഛനോട് പറ. ആരോടും ഒന്നും പറയാതെ എന്റെ മോള് നമ്മളെ വിട്ടു പോവാൻ ശ്രമിക്കില്ല. അവളെ പറയാൻ ശ്രമിച്ചിരുന്ന അച്ഛനോട് തന്നെ എന്തോ പറയാനായിരുന്നു. 2 തവണ അച്ഛനെ മഞ്ചാടി മോള് വിളിച്ചത്. പക്ഷെ അച്ഛൻ ഫോൺ വീട്ടിൽ വെച്ച് പുറത്തു പോയില്ലേ? ശരിയാണല്ലോ. ഞാനന്ന് ആ സമയത്ത് ഫോൺ എടുത്തിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഞാൻ എന്റെ മോളെ സമാധാനിപ്പിച്ച് നിർത്തിയേനെ. പക്ഷെ ഞാൻ പിന്നീട് വിളിക്കുമ്പോഴേക്കും എന്റെ മോള് അവളെ എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയി കളയാൻ നോക്കില്ലേ മോളെ. എന്നാലും എനിക്കറിയണം എന്തിനാ എന്റെ മോള് ഇത് ചെയ്തെന്ന് എനിക്കറിയണം.
എനിക്കറിയണം. മാറങ്ങോട്ട്. മാറ്. മാറ്. അച്ഛാ, ഇവിടെ ഒരാളോട് സംസാരിക്കണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. പോവില്ലേ, ആരും എന്റെ അടുത്തേക്ക് വരണ്ട. ആരും വരണ്ട. എനിക്കത് അറിഞ്ഞേ പറ്റൂ. എനിക്ക് അറിഞ്ഞേ മാഷെ എന്തു പറ്റി? അല്ലല്ല, ഒരു കാര്യം, ഒറ്റ കാര്യം. സച്ചി, നിനക്കറിയായിരുന്നു എന്റെ മോള് ആത്മഹത്യക്ക് ശ്രമിച്ചായിരുന്നു? അത് മാഷെ അറിയായിരുന്നോ ഇല്ലയോ? ഇവിടെ എല്ലാവർക്കും അറിയാതെ, ഞാൻ മാത്രം അറിഞ്ഞില്ല. ഞാൻ മാത്രം അറിഞ്ഞു. എന്തിനാ സച്ചി എന്റെ മോളത് ചെയ്ത്? സച്ചിയുടെ മകൻ കാരണം ഉണ്ടായ മാനക്കേടിന് വരെ അവൾ അതിജീവിച്ച് നിന്നില്ലേ? പിന്നെ എന്താ ഇപ്പൊ എന്റെ മോൾക്ക് പറ്റിയത്? അല്ല, അത് മാഷെ എനിക്കത് അറിയണ്ടേ? നമുക്ക് അന്വേഷിക്കാം മാഷെ. നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. സച്ചി പറഞ്ഞാൽ ശരി. സച്ചി പറഞ്ഞാൽ അതിന്റെ ശരി. ആദ്യം പോലീസിൽ പരാതി കൊടുക്കണം. അതാ അതിന്റെ ശരി. അതാ ശരി. ആദ്യം പോലീസ് മാഷെ അച്ഛാ